മാസത്തില് 5-6 ദിവസം നമ്മൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും പല രീതിയിലായിരിക്കാം. ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വരെ ആയിപ്പോകുന്ന കേസുകളുണ്ട് അല്ലെ. നമ്മുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് 28 ദിവസമാവുന്ന ആ ഒരു സൈക്കിൾ നമുക്കുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, അത് വരാത്ത ആൾക്കാരുണ്ട്, കറക്റ്റ് സൈക്കിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പണ്ടത്തെക്കാളും കൂടുതൽ കുട്ടികൾക്ക് ഇന്ന് പീരീഡ്സ് ഇറഗുലർ ആണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ, കുഴപ്പമില്ല, അത് ട്രീറ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അത് മാരകമായിട്ട് രോഗങ്ങളിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പൊ നമ്മളിലുള്ള വേദന, ബുദ്ധിമുട്ട്, മൂഡ് സ്വിങ്സ്, അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതെങ്ങനെ വരുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഒന്നാമത്തെ കാരണം. നമ്മൾക്കായിക്കോട്ടെ ഇന്ന് എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നു, ശരിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ജോലികളുണ്ട്. പക്ഷെ അത് നമ്മുടെ അടുക്കളയിൽ നിന്നുകൊണ്ട് അല്ലെ, നമ്മുടെ അധികം ശരീരം അനങ്ങാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നത്. അതേപോലെ സ്ട്രെസ്, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഏത് നേരവും സ്ട്രെസ് തന്നെ. നാളെ കുട്ടിക്ക് സ്കൂളിൽ പോകണം, അച്ഛന്മാർക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു ബോധോടെ ആയിരിക്കില്ല. നാളെ കുട്ടിക്ക് ടിഫിൻ കൊണ്ടുപോകണം, എന്ത് ചോറ് കൊടുക്കണോ, എന്ത് മീൻ പൊരിച്ച് കൊടുക്കണോ, ചിക്കൻ കറി വെക്കണോ, ഈ രാവിലെ കൊണ്ടുപോകേണ്ട രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വരെ നമ്മളെ സംബന്ധിച്ച് ടെൻഷനാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് നമ്മുടെ ബോഡിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒബിസിറ്റി, വണ്ണം കൂടുതലല്ലേ അല്ലെ, കുറെ കൊഴുപ്പ് ഇവിടെ ഉണ്ടാവും, കുറെ കൊഴുപ്പ് ഇവിടെ ഉണ്ടാവും, കുറെ കൊഴുപ്പ് ഇവിടെ ഉണ്ടാവും. ഫുള്ള് കൊഴുപ്പിനെ നമ്മളിങ്ങനെ ഉരുണ്ട് ഒരു ബോള് പോലത്തെ അവസ്ഥയിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ ഒബിസിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. അവർ ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഷുഗറുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രഷറുള്ള ആൾക്കാർ, ഹോർമോണൽ ഇംബാലൻസ്. സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? നമുക്ക് പെട്ടെന്ന് ചില ആളുകൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്തേക്ക് ചിലപ്പോൾ അത്രയും മൂഡ് സ്വിങ്സ് ആയിരിക്കും, നമുക്ക് ദേഷ്യം വരിക, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ നമ്മൾ അവരെ ചാടിക്കടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. ഒരു ഭർത്താക്കന്മാരും ഭാര്യയെ തല്ലാൻ നിൽക്കരുത്, കാരണം അവർ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പൊ അതേപോലെ നമ്മുടെ ഇറഗുലർ പീരീഡ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങള് നമുക്ക് എന്താ ഉള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഹെവി പെയിൻ, സഹിക്കാൻ പറ്റുന്ന പെയിൻ, ചിലപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലൊക്കെ ആയി പോകും, 2 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഹെവി പെയിൻ ഉണ്ടാവാം. അതേപോലെ നമുക്ക് വരുന്നതാണ് ബ്ലീഡിങ് അല്ലെ. നമുക്ക് നമ്മുടെ വുമൺ കമ്പാനിയൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഹെവി ആയിട്ട് പൈപ്പ് തുറന്ന പോലെ ബ്ലീഡിങ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വുമൺ കമ്പാനിയൻ. അപ്പൊ അതിൽ വരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ്